അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇർഷാദ് തുല്ലാബ് സബക്ക് 19. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫസ്ലുൻ. ഇതൊരു ഫസ്ലാണ്. മിൻ അഹമ്മി ആദാബി തഅല്ലുമി. ഇൽമ് പഠിക്കുന്നതിൻ്റെ അദബുകളിൽ വെച്ച് ഏറ്റവും മുഖ്യമായതിൽപ്പെട്ടതാണ് ത്വലബു റിദൽ ഉസ്താദി, ഗുരുവിൻ്റെ തൃപ്തി തേടൽ. ഉസ്താദിൻ്റെ തൃപ്തി നല്ലോവണ്ണം സമ്പാദിക്കണം. ആരെ? മുതഅല്ലിം. ഫയുറായി, അപ്പോൾ മുതഅല്ലിമ് സൂക്ഷിക്കണം റിളാഹു, ഉസ്താദിൻ്റെ തൃപ്തിയെ, ഖൗലൻ വാക്കിനാലും വഅമലൻ പ്രവൃത്തിയാലും, ഫി ഹളറത്തിഹി ഉസ്താദിൻ്റെ സാന്നിധ്യത്തിലും, വൈബത്തിഹി ഉസ്താദിൻ്റെ അഭാവത്തിലും. ഉസ്താദ് നാട്ടിലേക്ക് പോയി 2 ദിവസം ലീവാണ്, ഉസ്താദ് കാണില്ലല്ലോ, എന്തും ചെയ്യാമെന്ന ധാരണ മുതഅല്ലിമിന് പാടില്ല. ഉസ്താദ് ഉണ്ടായിരിക്കുക എങ്ങനെയാണോ അതിനേക്കാൾ ഉഷാറായിരിക്കണം ഉസ്താദിൻ്റെ അഭാവത്തിൽ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദിൻ്റെ കൽബിലേക്ക് മുതഅല്ലിമിനുള്ള സ്നേഹം ഇട്ടുകൊടുക്കും. അതന്നെ മഅ ത്വീബിൽ ഖൽബി, കൽബ് നന്നാവലോട് കൂടെ. കൽബ് നന്നാവണം, ഉസ്താദിന് വേണ്ടി ചെയ്യരുത്. ഉസ്താദ് എന്ത് വിചാരിക്കും, ഇത് ചെയ്യാൻ പറ്റുക, അങ്ങനെ ഒരു കൽബ് മോശമായിട്ട് കൽബൊക്കെ നന്നാവണം. ഖാല നബവി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മിൻ ആദാബിൽ മുതഅല്ലിമി, മുതഅല്ലിമിൻ്റെ അദബുകളിൽപ്പെട്ടതാണ് അയ്യതഹറ, അവൻ സൂക്ഷിക്കൽ, അവൻ നല്ലവൻ സത്ത് വെക്കുക, റിദൽ മുഅല്ലിമി, മുഅല്ലിമിൻ്റെ തൃപ്തിയെ. മുഅല്ലിം തൃപ്തി എങ്ങനെയെങ്കിലും സമ്പാദിക്കണം, അത് നല്ലവൻ സത്ത് വെക്കണം. വൈൻ ഖാലഫ റഅയ നഫ്സിഹി, സ്വന്തം നഫ്സിൻ്റെ അഭിപ്രായത്തിനോട് അത് എതിരാണെങ്കിലും ശരി, ഇവൻ്റെ അഭിപ്രായം ഉസ്താദിൻ്റെ അഭിപ്രായം രണ്ടാണ്, എന്നാൽ ഉസ്താദിൻ്റെ അഭിപ്രായത്തെ മുന്തിക്കുക. എങ്ങനെ ഉസ്താദിൻ്റെ തൃപ്തി സമ്പാദിക്കുക. വലാ യഗ്താബ ഇൻദഹു, ഉസ്താദിൻ്റെ സാന്നിധ്യത്തിൽ എന്ത് പറയാൻ പാടില്ല, ഗീബത്ത് പറയരുത്. ഉസ്താദേ അവൻ ഇങ്ങനെയാണ്, ഗീബത്ത് പറയാൻ പാടില്ല. വലാ യഫ്ശിയ ലഹു സിർറൻ, രഹസ്യങ്ങളൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, ചോർത്തിക്കൊടുക്കരുത്, പബ്ലിഷാക്കരുത്. അതുപോലെ റുദ്ദ ഗീബത്തഹു, ഉസ്താദിനെ ആരെങ്കിലും ഗീബത്ത് പറഞ്ഞാൽ അവൻ റദ്ദ് ചെയ്യണം. ഇതാ സമിഅഹ, അത് അവൻ കേൾക്കുകയാണെങ്കിൽ, ഉസ്താദിനെ കുറിച്ചാണ് ഗീബത്ത് പറയുന്നത്, എൻ്റെ അടുക്കലൊന്നും പറയാൻ പാടില്ല കേട്ടോ, അങ്ങനെ എന്ത് ചെയ്യും, റദ്ദ് ചെയ്യണം. ഫൈൻ അജസ, അതിനവനക്ക് അശക്തനായാൽ, അവൻ കഴിയൂല, ഫാറക്കതാരിക്കൽ മജിലിസിനോട് അവൻ വിട്ടുപിരിയണം. വായോണ്ട് പറയാൻ പറ്റുമെങ്കിൽ പറയുന്നതാണ്, ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, മജിലിസിനോട് വിട്ടുപിരിയുക. വയദുഖുല അലൈഹി, ഉസ്താദിന് മേലെ അവന് പ്രവേശിക്കണം. കാമിലൽ ഹൈബത്തി, ഹൈബത്ത് പൂർണ്ണമായി. ഹൈബത്താണ് പേടി. ഏത് പേടി? 2 പേടിയുണ്ട്. ഒന്ന് പാമ്പ് കടിക്കുമ്പോൾ പേടിയുണ്ടാവും, പിന്നെ ഖൗഫ് പറയും. ഇവിടെ ആദരവിൻ്റെ പേടിയാണ്, ഉസ്താദിനെ കാണുമ്പോൾ ആദരവിൻ്റെ പേടി. അപ്പോൾ ഹൈബത്ത് പൂർണ്ണമായി എന്ത് ചെയ്യണം, ഉസ്താദിൻ്റെ അടുക്കൽ പ്രവേശിക്കണം. അതുപോലെ ഫാരിഖൽ കൽബ് വിരമിച്ചവനായിട്ടും, എന്തിനെ തൊട്ട്, പിന്നെ ഷവാഗിലി, ഷുഗലുകളെ തൊട്ടൊക്കെ എന്ത് ചെയ്യുക, കൽബിലുള്ള എല്ലാ ഷുഗലും ഒഴിവാക്കി നല്ല ഫാരിഖായിട്ട് ഉസ്താദിൻ്റെ ഹളറത്തിൽ പ്രവേശിക്കണം. അതുപോലെ മുത്തത്വഹീറൻ, ശുദ്ധിയുള്ളവനായിട്ടും നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് ഉസ്താദിൻ്റെ സാന്നിധ്യത്തിൽ പോവുക. പണ്ടൊക്കെ കിതാബ് ഓതാൻ പോകുമ്പോൾ പണ്ടുള്ള ആളുകളൊക്കെ വൈറ്റ് ഡ്രസ്സൊക്കെ ധരിച്ച് നല്ല ബഹുമാനത്തോടു കൂടി ഉസ്താദിൻ്റെ ഹളറത്തിൽ പ്രവേശിക്കുക. ഇന്നത്തെ കുട്ടികളോ കള്ളിമുണ്ടിട്ട് കയ്യിലാത്ത ഡ്രസ്സൊക്കെ ഇട്ട് കാണാണ് പ്രവേശിക്കൽ. അങ്ങനെയാണ് മാറില്ല, അതൊക്കെ മാറ്റണം. അതുപോലെ മുത്തനല്ലീഫൻ, വൃത്തിയുള്ളവനായിട്ടും, മിസ്വാക്ക് ചെയ്യൽ കൊണ്ടും, ഖസ്സുഷാരിബ്, മീശ ചുരുക്കൽ കൊണ്ടും, കൽമി ലൊഫ്രിൻ, നഖംപെട്ടൽ കൊണ്ടും, വൈസാലത്തി കരിഹി റാഹിയത്തി, മോശമായ വാസന നീക്കുക, നല്ല സുഗന്ധക പൂശ. അതുപോലെ തന്നെ നഖംപെട്ട, മീശ ഒരുക്കുക, മിസ്വാക്ക് ചെയ്ത് നല്ല വൃത്തിയുള്ളവനായിട്ട് ശുദ്ധിയുള്ളവനായിട്ട് ഉസ്താദിൻ്റെ ഹളറത്തിൽ പ്രവേശിക്കണം. ഇൻഷാ അല്ലാഹ് അവിടെ നിൽക്കട്ടെ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.